നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം കേരള പോലീസ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന DHQവിലെ 5 സഹപ്രവർത്തകർക്ക് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള പോലീസ് അസോസിയേഷൻ DHQ യൂണിറ്റ് കൊല്ലം റൂറലിന്റെ സംയുക്താഭിമുഖ്യത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് കൊട്ടാരക്കര ധന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് സമുചിതമായ യാത്രയയപ്പ് നടത്തി. പ്രസ്തുത യാത്രയയപ്പ് യോഗം കൊട്ടാരക്കര DYSP S നന്ദകുമാർ ഉദ്ഘാടനം ചെയ്ത് ഉപഹാര സമർപ്പണം നടത്തുകയുണ്ടായി. പ്രസ്തുത യോഗത്തിൽ KPOA സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി V ചന്ദ്രശേഖരൻ മുഖ്യ സാന്നിധ്യം വഹിച്ചു. യാത്രയയപ്പ് ചടങ്ങിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയ സഹപ്രവർത്തകരുടെ വകയായി സ്നേഹവിരുന്ന് സംഘടിപ്പിക്കുകയും ചെയ്തു. സ്മരണമാണ്. നമ്മളിൽ നിന്നും വിട്ടുപിരിഞ്ഞ് നമ്മുടെ സഹപ്രവർത്തകർക്കും അതോടൊപ്പം ഈ അടുത്തിടെ നമ്മുടെ DHQ യൂണിറ്റിൽ നിന്നും വിട്ടുപിരിഞ്ഞ അരുൺ രാജിൻ്റെയും ഓർമ്മയ്ക്ക് മുന്നിൽ ഒരു നിമിഷം അനുസ്മരണം. ഈ മഹനീയമായ യാത്രയയപ്പ് യോഗത്തിൻ്റെ ബഹുമാനീയനായ അധ്യക്ഷൻ ശ്രീ ഗോകുൽ, യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായ ഡെപ്യൂട്ടി സൂപ്രണ്ട് ശ്രീ നന്ദകുമാർ സാറ്, യോഗത്തിൻ്റെ മുഖ്യ സാന്നിധ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ശ്രീ V ചന്ദ്രശേഖരൻ സാറ്, യോഗത്തിൻ്റെ ഇന്നത്തെ മുഖ്യ അതിഥികളായ നമ്മുടെ ഈ മാസം 31 സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരരായ ശ്രീ സത്യപാലൻ സാറ്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ശ്രീ ജയൻ സാറ്, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, ശ്രീ രാജീവ് സാറ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ശ്രീ പ്രദീപ് കുമാർ സാറ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ശ്രീ അജിത് കൃഷ്ണ സാറ്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ ഈ യോഗത്തിൽ നമ്മുടെ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചെന്നുള്ള സൈബർ സെല്ലിൻ്റെ ISHO ശ്രീ രതീഷ് സാറ്, മറ്റ് സംഘടനാ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഈ മാസം 31 തീയതി കൊല്ലം റൂറൽ ജില്ലയിൽ നിന്ന് ഏകദേശം നമ്മുടെ പോലീസ് സേനയിൽ നിന്ന് തന്നെ 35ഓളം പേരാണ് നമ്മുടെ സർവീസിൽ നിന്ന് ഇന്ന് 31 തീയതി വിരമിക്കുന്നത്. അതിൽ 5ഓളം ഓഫീസർമാർ നമ്മുടെ DHQവിൽ നിന്നാണ്. നമ്മുടെ ഈ യോഗം, മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൊട്ടാരക്കരയുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീ നന്ദകുമാർ സാറാണ്. നന്ദകുമാർ സാറ് ഇലക്ഷൻ ട്രാൻസ്ഫറായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും ഇതിനു മുൻപും നമ്മുടെ കൊട്ടാര CA ആയിട്ടും SA ആയിട്ടും ഒക്കെ ദീർഘകാലം നമ്മുടെ കൊല്ലം റൂറൽ ജില്ലയിൽ പ്രവർത്തിച്ചിട്ടുള്ളതാണ് നന്ദകുമാർ സാറ്. അദ്ദേഹം വളരെ സൗമ്യമായ രീതിയിലും നമ്മുടെ സംഘടനയുടെ ഏത് പരിപാടിയിലും, നമ്മൾ തുടക്കത്തിൽ നമ്മൾ കഴിഞ്ഞ മാർച്ച് മാസത്തെ സെൻറ്റോപ്പിന് ഉൾപ്പെടെ എല്ലാ പരിപാടികളിലും നമ്മുടെ സാറ് പങ്കെടുക്കുന്നുണ്ട്. സാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും കൃത്യമായ രീതിയിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെയും പോലീസ് അസോസിയേഷൻ്റെയും പ്രിയപ്പെട്ട നേതാക്കന്മാർ, ഇന്ന് നമ്മളുടെ ഈ ആദരവും ഈ വിരുന്നും പങ്കെടുത്ത് അതിൽ സന്തോഷം പങ്കുവെക്കാനായിട്ട് ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മളുടെ നാളത്തെ ദിവസം വിരമിക്കുന്ന DHQവിലെ 5 പോലീസ് ഉദ്യോഗസ്ഥരെ, അവരുടെ കുടുംബാംഗങ്ങളെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഇന്ന് ഒരു വലിയ ചടങ്ങ് സംഘടിപ്പിച്ചതിൽ 2 അസോസിയേഷൻ്റെ ഭാരവാഹികളെയും അതിൻ്റെ പ്രവർത്തകരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മളുടെ സമൂഹത്തിലെ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വ്യത്യസ്തമായ ഒരുപാട് അച്ചടക്ക സേന എന്ന് പറയുന്ന ഈ സേനയിലേക്ക് വന്നു കയറിയ കാലം മുതൽ ഇന്ന് വിരമിക്കുന്ന ദിവസം, നാളെ വിരമിക്കുന്ന ദിവസം വരെ നമ്മൾക്ക് കാലാകാലങ്ങളിൽ ലഭിക്കേണ്ട എല്ലാവിധ കാര്യങ്ങളും, എല്ലാവിധ സഹായങ്ങളും ഈ സംഘടനകൾ നേടിത്തന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊക്കെ ഇന്ന് നല്ല മാന്യമായ നിലയിൽ സമൂഹത്തിൽ ജോലി ചെയ്യുന്നതിനും നമ്മുടെ കുട്ടികൾ വളർന്ന് അവർക്ക് വഴിതെറ്റി പോകാതെ നല്ല നിലയിൽ എത്തിക്കുന്നതിന് സാധിക്കാൻ ഉണ്ടായ പന്ഥാണ്. അതിന് ഈ സംഘടനകളുടെ നേതൃത്വവും സംഘടനകൾ കാലാകാലങ്ങളിൽ നേതൃത്വം വഹിച്ചിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ഇപ്പോൾ നയിക്കുന്ന ആൾക്കാരും ഒക്കെ വളരെയധികം പങ്കുവച്ചിട്ടുണ്ട്. നിസ്തുലമായ അവരുടെ ആ ഒരു പ്രവർത്തനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ല നിലയിലെത്തുന്നതിന്
എല്ലാ തലത്തിലും അർത്ഥവത്തായ ഒരു കാര്യമാണ്. സർവീസിൽ നിന്നും വിരമിക്കുമ്പോൾ നേരത്തെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ആ ഒരു പീരീഡ് നമ്മൾ സമൂഹത്തിന് വേണ്ടിയാണ് ചെലവഴിച്ചത്. പോലീസ് സംവിധാനം എന്ന് പറയുന്നത് മറ്റേതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും വ്യത്യസ്തതയുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. നമ്മൾ പൊതുജന സേവകരായിട്ട് പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു വിഭാഗമാണ്. ആ സേവന സന്നദ്ധതയും പ്രതിജ്ഞയോടുകൂടി നമ്മൾ പോലീസ് സേനയിലേക്ക് കടന്നു വരികയും ഈ 30-32 വർഷം അല്ലെങ്കിൽ 35 വർഷം ഒരുപാട് അനുഭവങ്ങളിൽ കൂടി നമ്മളുടെ കഴിവും നമ്മുടെ അറിവും സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയും നമ്മൾ പങ്കുവച്ചവരാണ്. നിങ്ങൾ നാളെ ഈ പടിയിറങ്ങുമ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിനോടുള്ള കടപ്പാട്, ആ സമൂഹത്തിന് വേണ്ടി ഇനിയും മികച്ച പ്രവർത്തനങ്ങൾ നടത്തണം. നമ്മൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവം സമൂഹത്തിന് ഗുണകരമാകുന്ന തരത്തിലേക്ക് എത്തിക്കണം. ഒരു കാര്യം ഏറ്റവും പ്രധാനം, അതോടൊപ്പം തന്നെ നമ്മളുടെ വളരെ ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ വളരെയധികം പ്രയാസപ്പെട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഓരോ സമയങ്ങളിൽ നമുക്കുണ്ടായിട്ടുള്ള ജോലി തിരക്കുകൾ, ആ തിരക്കിനിടയിൽ കൂടി നമ്മൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ നിലയിലേക്ക് നല്ല നിലയിൽ എത്തിക്കുകയും കുടുംബത്തെ നല്ല തരത്തിൽ നല്ല തലങ്ങളിലേക്ക് നല്ല സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന സിറ്റുവേഷനിൽ എത്തിക്കാനും സാധിച്ചു എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയുള്ള സമയം കൂടുതൽ സന്തോഷം കുടുംബത്തോടൊപ്പം ഉണ്ടായി അവരുടെ സന്തോഷങ്ങളിൽ നമ്മളുടെ എല്ലാ സമയം ചെലവഴിക്കുന്നതിനും ചില സമയങ്ങളിൽ നേരത്തെ പറഞ്ഞ സാമൂഹിക പ്രവർത്തനങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ചെലവഴിക്കുന്നതോടൊപ്പം ടെൻഷൻ ഫ്രീ ലൈഫ് എന്ന് പറയുന്ന ഒന്നായിരിക്കണം. പോലീസ് സംഘടനകൾ കേരളത്തിൽ നിലവിൽ വന്നതിന് ശേഷം പോലീസ് സംഘടനകളുടെ അശ്രാന്തമായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ റിട്ടയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഒരുപക്ഷെ അവർ 2 കാരണങ്ങളാൽ ഇനിയും റിട്ടയർമെൻറ്റ് പ്രായം ദീർഘിപ്പിച്ചാൽ ഒരുപക്ഷെ വീണ്ടും തുടരാൻ ഇടയുള്ള 2 കാരണങ്ങൾ. അതിലൊന്ന് ആരോഗ്യപരമായിട്ടുള്ള കാരണമാണ്. ഇത്രയും വർക്കഹോളിക്കായി നിന്നുകൊണ്ട് നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാമത്തെ കാര്യം സോഷ്യൽ സെക്യൂരിറ്റിയാണ്. നമുക്ക് സമൂഹത്തിൽ ഇന്ന് കിട്ടുന്ന സുരക്ഷിതത്വം ഈ പോലീസ് ജോലിയിലല്ലാതെ കേരളത്തിലുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. നമ്മുടെ ഈ റിട്ടയർ ആവുന്ന 5 പേരുടെ സർവീസ് ജീവിതത്തിൽ അവരെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമ്മുടെ DHQവിൽ പരിചയപ്പെടുത്തുന്ന സത്യപാലൻ സാറാണ്. അപ്പോൾ സത്യപാലൻ സാറ് പി ഭാസ്കരപിള്ളയുടെയും സരോജിനി അമ്മയുടെയും മകനായിട്ട് 1968 മെയ് 20 കൊട്ടക്കാട്ട് വീട്ടിൽ വാക്കനാടാണ് അദ്ദേഹത്തിൻ്റെ സ്ഥലം. അദ്ദേഹം ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച് പാസ്സായ ഉദ്യോഗസ്ഥനാണ്. അത് കഴിഞ്ഞിട്ട് 1993 ജനുവരി 1-ാം തീയതി KIP 3 ജോലിക്ക് കയറി. നീണ്ട 5 വർഷക്കാലം KIP 3 സേവനമനുഷ്ഠിച്ച ശേഷം 1998 ഓഗസ്റ്റ് കൊല്ലം എയർ ക്യാമ്പിൽ വഴി 13 വർഷം എയർ ക്യാമ്പിൽ വിവിധ ജോലികൾ ചെയ്ത ശേഷം 2011 മുതൽ കൊല്ലം റൂറൽ ജില്ല രൂപീകൃതമായത് മുതൽ കൊല്ലം റൂറൽ ജില്ലയിൽ ജോലി നോക്കുകയും നീണ്ട 13 വർഷക്കാലം കൊല്ലം റൂറൽ ജോലി നോക്കിയിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം നിലവിൽ നമ്മുടെ തപാൽ ഡ്യൂട്ടി കൈകാര്യം ചെയ്തു വരികയാണ്. പ്രവർത്തകർക്ക് ഉപകാരം നൽകുന്നതിനേക്കായി ഈ യോഗത്തിന്റെ ഉദ്ഘാടകനായ ശ്രീ നന്ദകുമാർ സാറിനെ സ്നേഹാദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു.
എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നാളെ സർവീസിൽ നിന്നും വിരമിക്കുകയാണ്. അവരെക്കുറിച്ച് പറയാവുന്നതെല്ലാം നമ്മുടെ DYSPയും നമ്മുടെ സംഘടനാ നേതാക്കളും എല്ലാവരും തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷന് ട്രാൻസ്ഫറായി വന്നത് കാരണം തന്നെ ഇവരോടൊപ്പം ഒരാളോട് മാത്രമേ കുറച്ച് ദിവസം ജോലി ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി ആരെയും തന്നെ വ്യക്തിപരമായി എനിക്ക് നേരിട്ട് പരിചയമുള്ളതുമല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു നൂലിൽ കൂടെ സൈക്കിൾ ചവിട്ടി പോകുന്ന പോലെയാണ്. ഇപ്പോൾ അവർ ആ സൈക്കിൾ ചവിട്ടി അപ്പുറത്തെത്തിക്കഴിഞ്ഞു. എപ്പോൾ വേണോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ബാലൻസ് തെറ്റി വീഴാവുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതമാണ് പോലീസ്. അപ്പോൾ അത് കടന്നു കിട്ടുന്ന ഒരു ആശ്വാസം അവർക്ക് വലുതാണ്. എന്നിരുന്നാലും ഇത്രയും ദിവസം വളരെ ക്രിയാത്മകമായി ജോലി ചെയ്തിട്ട് ഈ 56 വയസ്സെന്ന ഒരു സംഖ്യയിൽ തട്ടി പെൻഷനാവുകയാണ്. നമ്മുടെ കേരള പോലീസിൽ നിന്ന് 56 വയസ്സിൽ പെൻഷനാവുന്ന 90% ആൾക്കാരും ഇപ്പോഴും ചിലപ്പോൾ അവർ സർവീസിൽ കയറിയ സമയത്ത് ചെയ്ത ഫിസിക്കൽ ഐറ്റങ്ങൾ ചെയ്താൽ ഇപ്പോഴും ചിലപ്പോൾ ജയിച്ചിരിക്കും. അപ്പോൾ അത്രയും ആരോഗ്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ ഒരു വയസ്സിൻ്റെ പരിധിയിൽ നാളെ പെൻഷനാവുകയാണ്. വിരമിച്ചാലും അടുത്ത എന്തെങ്കിലുമൊക്കെ ജോലി നിങ്ങൾക്ക് കണ്ടുപിടിക്കാനോ ചെയ്യാനോ ഒക്കെ സാധിക്കും. ഇപ്പം അതിനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. നമ്മുടെ കൊല്ലം റൂറൽ ജില്ലയിൽ നിന്നും നാളെ 38 പേരാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനും സംഘടനാ പ്രവർത്തനത്തിനായാലും വളരെ വലിയ ഒരു നഷ്ടം തന്നെയാണ്. എങ്കിൽ തന്നെയും അനിവാര്യതയുടെ പേരിൽ ഈ വിരമിക്കൽ ആവശ്യമാണ്. ഈ നാളെ റിട്ടയറാകുന്ന ഇതിലെ 3 പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം ഈ സർവീസ് കാലയളവിൽ ചുരുങ്ങിയ സർവീസ് കാലയളവിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ സത്യപാലൻ സാറിനോടൊപ്പം രാജീവൻ സാറിനോടൊപ്പം പ്രദീപ് സാറിനോടൊപ്പം മറ്റേ ജയൻ സാറ് പുനലൂർ DYSP ഓഫീസിലും ജിത്കൃഷ്ണൻ സാറ് PHQ-ലുമായിരുന്നു ഡ്യൂട്ടി. അതുകൊണ്ട് അവരോടൊപ്പം ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല. സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് DHQ ഇവിടെ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. DHQ നിന്നും സർവീസിൽ നിന്നും കഴിഞ്ഞ 30 വർഷക്കാലം ഈ സേനയ്ക്കും പൊതുജനങ്ങൾക്കും സർവീസ് നൽകിയ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള നിമിഷങ്ങളെ പോലീസ് സേനയ്ക്ക് വേണ്ടി ആത്മസമർപ്പണത്തോടെയും ഏറ്റവും നല്ല കാര്യക്ഷമമായും സർവീസ് ചെയ്യുവാൻ അവരുടെ കാലയളവ് സാധിച്ചിരുന്നുള്ള ചിത്രമാണ് ഈ നാളെ അവരുടെ സർവീസിൽ നിന്നും വിടവാങ്ങുന്ന ദിവസം. 30 വർഷത്തെ അനുഭവങ്ങളിലൂടെ ഒരുപാട് ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലൂടെയും ഏതുതരം പരാതികളിലൂടെയും ഏതുതരം വിഷയങ്ങളിലൂടെയും ഏത് ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷനിലൂടെയും ഏതുതരം കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിലൂടെയും ഏത് തരത്തിലുള്ള പ്രതികളെ പിടിക്കുന്നതിലൂടെയും രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസിംഗായി സംസ്ഥാനത്തെ കേരള പോലീസ് മാറിയതിൽ ഈ 5 പേരുടെയും ചാരിതാർത്ഥ്യമായ ഏറ്റവും പരമപ്രധാനമായ ആത്മാർത്ഥയുടെ നിദാനമായിട്ടുള്ള ഔദ്യോഗിക പ്രതികരണമായിരുന്നു അവരുടെ കഴിഞ്ഞുപോയ കാലം. ഒരു യൂണിറ്റിന്റെ ചടങ്ങ് നടത്തുമ്പോൾ ഇത്രയേറെ ആളുകൾ, ഇത്രയേറെ സഹപ്രവർത്തകർ, അവരുടെ ഒരു വലിയൊരു സാമീപ്യം ഒരുപക്ഷെ നമ്മുടെ ഈ ഹാള് നിറഞ്ഞു കവിയുന്ന നിലയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനപ്പുറത്തേക്ക് ഒരു സന്തോഷം. അവർ ഈ സേനയോട് ചെയ്തിരുന്ന അവരുടെ കമ്മിറ്റ്മെന്റിന് എത്ര നന്നായി അവരോട് ഹൃദയം കൊണ്ട് മറുപടി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചാരിതാർത്ഥ്യം ഇത് നടത്തപ്പെടുന്ന ഈ DHQ അടക്കമുള്ള യൂണിറ്റിന്റെ പ്രവർത്തകർക്ക് ഉണ്ട് എന്നുള്ളത് അതിലേറെ സന്തോഷമാണ്. സർവീസ് ലഭിക്കുന്ന ഈ 5 ബഹുമാന്യരായ പോലീസ് ഉദ്യോഗസ്ഥർക്കും ശിഷ്ടജീവിതത്തിലെ എല്ലാ ആശംസകളും നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ടവരായ 5 പോലീസ് ഉദ്യോഗസ്ഥർ ഇന്ന് സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ DHQ-ക്കാർ പല വഴിക്ക് പല മേഖലകളും പല ഓഫീസുകളിലാണ് ജോലി ചെയ്യുന്നതെങ്കിലും ഇന്നത്തെ ഈ ഒരു പ്രിയങ്കരമായ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി നമ്മളെല്ലാവരും തന്നെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരായിരുന്നു സത്യപാലൻ സാർ, പ്രിയപ്പെട്ട രാജീവ് സാർ, അജിത് കുമാർ സാർ, ജയൻ സാർ, പ്രദീപ് കുമാർ സാർ. ഇവരെല്ലാവരുടെ ഇതിൽ ഒരു പ്രദീപ് സാറ്, രാജീവ് സാറ്, സത്യപാലൻ സാർ ഇവരോടൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും മറ്റവരോടൊപ്പം തന്നെ നമുക്ക് പേഴ്സണലായിട്ട് അടുത്ത് ജോലി ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇവരെല്ലാവരും തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവരാണ്. ഇവർക്ക് എല്ലാവരും വളരെ കുടുംബജീവിതമായാലും എല്ലാം സെറ്റായി വളരെ സുരക്ഷിതമായിട്ട് ഒരു സേഫ് സോണിൽ നിൽക്കുകയാണ്. എല്ലാവരും
വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു റിട്ടയർ ഫംഗ്ഷൻ പങ്കെടുക്കുന്നതും യാത്രയപ്പോൾ സ്വീകരിക്കുന്നതും. അപ്പോൾ ഇനിയുള്ള ജീവിതം ടെൻഷൻ ഫ്രീ ആയിട്ട് വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ആശംസകളും ഞങ്ങളുടെ DHU കുടുംബത്തിൻ്റെയും എൻ്റെയും KPHCയുടെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ഓഫീസേഴ്സ്, സർവീസ് നിലനിൽക്കുന്ന സുഹൃത്തുക്കളെ, അവരുടെ കുടുംബാംഗങ്ങളെ, കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. അവർക്ക് പെൻഷനാകുന്ന 5 സഹപ്രവർത്തകർക്കും എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് വിരമിക്കുന്ന 5 ജീവനക്കാരും തീർച്ചയായും അവർ പ്രവർത്തിച്ച മേഖലകളിൽ അവരുടേതായ ചില കയ്യൊപ്പുകൾ അവശേഷിച്ചിട്ട് ആണ് കടന്നു പോകുന്നത് എന്ന് തീർച്ചയായിട്ടും അവർക്ക് സന്തോഷത്തോടെ തന്നെ ഓർക്കുവാൻ കഴിയും. അതോടൊപ്പം തന്നെ അവരുടെ ശിഷ്ടജീവിതത്തിലും അവരുടെ ശിഷ്ടജീവിതം കൂടുതൽ സന്തോഷവും സമാധാനപൂർണ്ണമായിട്ട് നശിച്ചുകൊണ്ട് നമ്മുടെ ഈ 5 കുടുംബാംഗങ്ങളിൽ എനിക്ക് അന്ന് നാളെ വിരമിക്കുന്ന 5 പേരിൽ ഒരാളുടെ കൂടെ മാത്രമേ എനിക്ക് ജോലി ചെയ്യാൻ, പ്രതിക സാറിനോട് മാത്രമേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അവരുടെ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന ജോലികൾ വളരെ കൃത്യമായി സത്യസന്ധമായി സമയബന്ധമായി പൂർത്തീകരിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. മറ്റ് 4 ഉദ്യോഗസ്ഥരെ പറ്റിയും അവരെ പറഞ്ഞു കേട്ടറിവാണ്. അവർ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരായിരുന്നു. പറഞ്ഞറിവ് കേട്ടുള്ളൂ. അവർക്ക് ഭാവി ജീവിതം സന്തോഷത്തോടെ ഭാവി ജീവിതം ആശംസിച്ചുകൊണ്ട് ഞാനത് വാക്കുകൾ നൽകുന്നു. ഇത്രയും പ്രൗഢഗംഭീരമായ ഒരു യാത്രയപ്പ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ആശീർവദിച്ച ഏവർക്കും, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തും. കൂടുതലൊന്നും പറയുന്നില്ല. പോലീസിൽ നിന്നും സംഘടനയിൽ നിന്നും വളരെ നല്ല അനുഭവങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളൂ. എൻ്റെയും എൻ്റെ കുടുംബങ്ങളുടെയും പേരിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അനുഭവങ്ങൾ എന്ന് പറയുന്നത് 30 വർഷത്തിലേറെയുള്ള അനുഭവം എന്ന് പറയുന്നത് ചെറുതല്ല. അതിൽ തമാശകളുണ്ട്, സന്തോഷത്തിൻ്റെ ചിരികളുണ്ട്, സങ്കടത്തിൻ്റെ കണ്ണുനീരുകളുണ്ട്. അങ്ങനെ ജീവിത അനുഭവങ്ങളുണ്ട്. അങ്ങനെ എല്ലാമുള്ള ഒരു വലിയ മഹാസാമ്രാജ്യത്തിൽ നിന്നാണ് പിൻവാങ്ങി പോകുന്നത് എന്നുള്ള ഒരു പ്രത്യേക അവസ്ഥയാണ് നമ്മളെല്ലാവരെയും ഇത്തരം സന്ദർഭങ്ങളിൽ ഭരിക്കുന്നത്.